ഇസ്രയേലിൽ ഒരു മുങ്ങൽ വിദഗ്ധൻ സ്രാവിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സംശയം. ഇതിൻ്റെ പേരോ മറ്റ് വിശദാംശങ്ങളോ അധികൃതർ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ബീച്ചിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നോക്കി നിൽക്കെ ഇദ്ദേഹത്തിനെ സ്രാവ് കടിച്ചു വലിച്ച് കടലിനുള്ളിലേക്ക് കൊണ്ടുപോയത്. നേരത്തെ ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള പലരും സ്രാവുകൾക്ക് സമീപത്തേക്കൊക്കെ എത്തുന്നത് ദൃശ്യങ്ങൾ കാണാമായിരുന്നു. പെട്ടെന്നാണ് ഒരു സ്രാവ് എത്തി ഈ മുങ്ങൽ വിദഗ്ധനെ കടിച്ച് വലിച്ചുകൊണ്ട് കടലിനടിയിലേക്ക് പോകുന്നത് എല്ലാവരും കണ്ടത്. ആർക്കും തടയാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ജലപ്പരപ്പിൽ ചുവന്ന നിറം പടരുന്നതും കണ്ടു. അതിനർത്ഥം ഈ മനുഷ്യനെ സ്രാവ് കടിച്ചു കീറി എന്ന് തന്നെയാണ്. ഏതായാലും അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്ററുകൾ വരെ ഉപയോഗിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. എന്നാൽ ഇയാളെയോ സ്രാവിനെയോ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് ഈ ബീച്ച് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടതായി പോലീസ് അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ സംഭവ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സ്രാവുകളുടെ ആക്രമണം ഉണ്ടായതായി അധികം റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. 1900 മുതൽ ഏതാണ്ട് 55ഓളം പേർ മാത്രമാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിന് വിധേയരായത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവരിൽ തന്നെ 11 പേർക്ക് മാത്രമാണ് മാരകമായ ആക്രമണം നേരിടേണ്ടി വന്നത് എന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.